നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ മോദിക്ക് മൂന്നാം ഊഴം ലഭിക്കുമെന്നും ബി.ജെ.പി. തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നും ഉള്ള വലിയ ആത്മവിശ്വാസം ആ പാർട്ടിക്കുണ്ട്. അതിനോട് ചേർത്ത് നിൽക്കുന്നത് തന്നെയാണ് സമീപകാലത്ത് പുറത്തു വന്ന മിക്ക തെരഞ്ഞെടുപ്പ് സർവേകളും. എന്തായാലും 400 സീറ്റ് എന്ന ഒരു വലിയ ക്യാൻവാസിലാണ് ഇത്തവണ NDA സ്വപ്നം കാണുന്നത്. 370-ലധികം സീറ്റുകൾ തങ്ങൾ ഒറ്റയ്ക്ക് നേടും എന്നുള്ള ഒരു ആത്മവിശ്വാസം ബി.ജെ.പിയും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ 400 സീറ്റ് എന്ന സ്വപ്നം പൂവണിയാൻ ബി.ജെ.പി. കണ്ണുവച്ചിരിക്കുന്നത് 5 ഇടങ്ങളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശ്, ബംഗാൾ, മഹാരാഷ്ട്ര, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയാണിത്. ആദ്യം നമുക്ക് ഉത്തർപ്രദേശിലേക്ക് തന്നെ പോകാം. 80 ലോക്സഭാ സീറ്റുകളുള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശ് ഇത്തവണ 7 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിനുള്ള പ്രാധാന്യം നമ്മൾ പലവട്ടം ആവർത്തിച്ചിട്ടുമുണ്ട്. എന്തായാലും വാരണാസിയിൽ നിന്നുള്ള സിറ്റിംഗ് MP ആയ നരേന്ദ്രമോദി ഉൾപ്പെടെ 9 പ്രധാനമന്ത്രിമാരെ ഇതുവരെ UP രാജ്യത്തിന് സമ്മാനിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ജനപ്രീതിയും അതിനോടൊപ്പം തന്നെ അയോധ്യയിലെ രാമക്ഷേത്രവും വോട്ടായി പെട്ടിയിൽ വീഴും എന്ന് തന്നെയാണ് ബി.ജെ.പി. കണക്ക് കൂട്ടുന്നത്. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയാണ് ഇവിടെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട എതിരാളി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി വെറും 5 സീറ്റുകൾ മാത്രമാണ് സംസ്ഥാനത്ത് നേടിയത്. അന്ന് മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി ആവട്ടെ 10 സീറ്റുകളിലും വിജയിച്ചു കയറി. ഹിന്ദി ഹൃദയ ഭൂമിയായ ഉത്തർപ്രദേശിൽ ഒരു കാലത്ത് സർവാധിപത്യം പുലർത്തിയിരുന്ന കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ചയും ഉത്തർപ്രദേശ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ നേടിയ കോൺഗ്രസ് 2019 എത്തുമ്പോൾ 1 സീറ്റായി ചുരുങ്ങിയിരുന്നു. ആ 1 സീറ്റ് ആവട്ടെ റായ്ബറേലിയിൽ നിന്നുള്ള സോണിയാഗാന്ധിയുടെ സീറ്റായിരുന്നു. ഇനി രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ബംഗാളാണ്. നമുക്കറിയാം, ബംഗാളിൽ ഇടത് പാർട്ടികൾ പൂർണ്ണമായും തകർന്നതോടുകൂടി ബി.ജെ.പി. ബംഗാളിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വന്നിട്ടുണ്ട്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി 18 സീറ്റുകൾ അവിടെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഈ മമതാ ബാനർജിയുടെ മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി കേസുകളും സന്ദേശ് ഖാലിയിലെ ആക്രമണങ്ങളുമൊക്കെ ഇത്തവണ സംസ്ഥാനത്ത് വലിയ തോതിൽ ബി.ജെ.പി. ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ സന്ദേശ് ഖാലി സന്ദർശിച്ചിരുന്നു. സന്ദേശ് ഖാലി രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും എന്നുള്ള ഒരു സന്ദേശം മോദി അവിടെ വെച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ബംഗാളിൽ ഇത്തവണ ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷ കുറച്ചധികമാണ്. പ്രത്യേകിച്ചും മമതാ ബാനർജിയുടെ അഴിമതി കഥകൾ, അതിനോടൊപ്പം അവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകൾ, ഇതിനൊക്കെ ബംഗാളിലെ ജനം വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് തന്നെ ബി.ജെ.പി. സ്വപ്നം കാണുന്നു. മൂന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 48 MP-മാരെ പാർലമെന്റിലേക്ക് അയക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള NDA-യും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും തമ്മിലുള്ള 5 ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും അധികം രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനം ഒരുപക്ഷെ മഹാരാഷ്ട്ര തന്നെയായിരിക്കാം. അവിടെ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ പിളർപ്പ് രാജ്യം കണ്ടു കഴിഞ്ഞു. ഒന്ന് NCP, രണ്ടാമത്തേത് ശിവസേന. നിലവിൽ NCP-യിൽ നിന്നുള്ള അജിത് പവാറിനെയും ശിവസേനയിൽ നിന്നുള്ള ഷിൻഡെയും ഒക്കെ ബി.ജെ.പി. ഒപ്പം കൂട്ടിയിട്ടുണ്ട്. അവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കരുക്കൾ നീക്കുന്നത്. നമുക്കറിയാം, അടുത്തതായി പറയേണ്ട ഇടമെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ തന്നെയാണ്. ഈ ദക്ഷിണേന്ത്യയിൽ കുറച്ച് കാലങ്ങളായി ബി.ജെ.പിക്ക് വലിയ വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. അതങ്ങനെ വെറുതെ ലഭിച്ചതല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ നിരന്തരം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിയും ഇവിടെ അവർ വലിയൊരു പ്രതിപക്ഷ മുഖമായി ഉയർന്നു വന്നുമൊക്കെ നേടിയെടുത്തത് തന്നെയാണ്. ബി.ജെ.പി. ആകെ ഇവിടെ അധികാരം പിടിച്ചിട്ടുള്ളത് കർണാടകത്തിൽ മാത്രമാണ്. കർണാടകത്തിൽ 2019 ബി.ജെ.പിക്ക് ലഭിച്ച വിജയം വളരെ വലുതായിരുന്നു. കാരണം ആകെയുള്ള 28 സീറ്റുകളിൽ 25 എണ്ണവും ബി.ജെ.പി. അന്ന് സ്വന്തമാക്കിയിരുന്നു. ഇക്കുറി പക്ഷേ ബി.ജെ.പിക്ക് കുറച്ചധികം വെല്ലുവിളി കർണാടകത്തിലുണ്ട്. കാരണം ഇപ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുണ്ട്. മാത്രമല്ല, കോൺഗ്രസും ബി.ജെ.പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക എന്ന പ്രത്യേകത കൂടിയുണ്ട്.
നിലവിൽ എന്തായാലും അവിടെ സീറ്റ് വിഭജന ചർച്ചകളടക്കം ഇനിയും നടക്കേണ്ടതുണ്ട്. മാണ്ഡ്യ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ അനിശ്ചിതത്വം തുടരുന്നുമുണ്ട്. അങ്ങനെ കർണാടകം BJPയെ സംബന്ധിച്ച് ഒരിക്കലും കൈവിടാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമാണ്. അടുത്തത് ആന്ധ്രാപ്രദേശാണ്. അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേനയുമായും BJP സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സഖ്യമുണ്ടാക്കി BJP അവിടെ എതിരിടാൻ പോകുന്നത് YSRCPയോടാണ്, ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയോടാണ്. പക്ഷേ ഏറെ രസകരമായ ഒരു സംഗതി എന്തെന്നാൽ ജഗൻമോഹൻ റെഡ്ഡി എപ്പോഴും കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണ് ലോക്സഭയിൽ. അതേസമയം തന്നെ നിയമസഭയിൽ അവർ വലിയ എതിരാളികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിക്കുന്നവരാണ്. അങ്ങനെ ഒരു വലിയ പ്രത്യേകത കൂടി ഈ ആന്ധ്രാപ്രദേശിനുണ്ട്. ഇനി അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ DMKയും AIADMKയും തമ്മിൽ നിർണായക മത്സരമായിരുന്നു കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി രാജ്യം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ സ്പേസിലേക്ക് BJP ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ BJP അധ്യക്ഷനായ അണ്ണാമലയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം BJPക്ക് തമിഴകത്ത് നേടിയെടുക്കാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെ DMKയുടെ നേതാവും നിലവിലെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതന ധർമ്മത്തെ പറ്റിയുള്ള വിവാദ പരാമർശം അത് രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്തതാണ്. അത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടാനും അതിനോടൊപ്പം തന്നെ ഈ ഉദയനിധിക്ക് ലഹരി മാഫിയയുമായുള്ള ബന്ധവും മറ്റും എടുത്തു കാട്ടാനും BJP മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു DMK എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഇവിടെ BJP ഉയർത്തിക്കാട്ടുന്നത്. അടുത്തത് നമുക്കറിയാം നമ്മുടെ കേരളം തന്നെയാണ്. കേരളത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ദേശീയ തലത്തിൽ ഏറ്റവും അധികം ചർച്ചയാകാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് 3 തവണ MP ആയ ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ കരുത്തനെതിരെ BJP കളത്തിലിറക്കിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിനെയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് തീ പാറുമെന്ന് ഉറപ്പാണ്. ഇനി തൃശ്ശൂരിലാവട്ടെ സുരേഷ് ഗോപിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പല തവണ സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ ദക്ഷിണേന്ത്യയിലും സമഗ്രമായ ഒരു പ്ലാൻ BJPക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോരാട്ടത്തിനെ 2 രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഒന്ന്, BJPയെ സംബന്ധിച്ചിടത്തോളം വടക്കുകിഴക്കൻ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള, അതിനടിവരയിടാനുള്ള ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചാവട്ടെ അവരുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവനായി 25 ലോക്സഭാ സീറ്റുകളുണ്ട്. അവിടെ 18ലും BJPയും സഖ്യകക്ഷികളും കഴിഞ്ഞ തവണ വിജയിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ BJPക്ക് വീണ്ടും വിജയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 5 ഇടങ്ങളിൽ BJPക്ക് കൃത്യമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയാണെങ്കിൽ 400 സീറ്റ് എന്ന സ്വപ്നം ഇന്ത്യയെ യാഥാർത്ഥ്യമാക്കും എന്നുറപ്പാണ്.